നിങ്ങളെപ്പോഴെങ്കിലും ദുബായിയുടെ മിന്നിത്തിളങ്ങുന്ന ദൃശ്യം ആകാശത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ? വിമാനത്തിൽ പോകുമ്പോൾ ഒരു തവണ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. മേഘങ്ങളെ തുളച്ചു കയറുന്ന ബുർജ് ഖലീഫ, സ്വർണ്ണ മരുഭൂമികൾക്കിടയിലൂടെ കുതിച്ചു പായുന്ന ആഡംബര കാറുകൾ, മാനം മുട്ടെ നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ? ദുബായ് എങ്ങനെയാണ് ഇത്ര വലിയ സാമ്പത്തിക രാജ്യമായത് എന്ന് നിങ്ങൾക്കറിയാമോ? ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദുബായ് മണലും കടലും മാത്രമുള്ള ഒരു ചെറിയ മത്സ്യബന്ധന സ്ഥലമായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നാണിത്. ഐ ആം വിപിൻ, വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. വർഷം 1900കളുടെ ആരംഭം. ദുബായിലെ ആളുകളുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. ആളുകൾ മത്സ്യബന്ധനം നടത്തിയും മുത്തും പവിഴവുമെല്ലാം ഡൈവ് ചെയ്ത് അതിലൂടെ വ്യാപാരം നടത്തി ജീവിച്ചു പോരുന്നു. അറേബ്യൻ ഗൾഫ് അവരുടെ ജീവനാഡിയായിരുന്നു. എന്നാൽ ജപ്പാനിൽ കൃത്രിമ മുത്തുകൾ കണ്ടുപിടിച്ചപ്പോൾ ദുബായിയുടെ മുത്തു വ്യവസായം പാടെ തകർന്നു. നഗരത്തിലെ ആളുകൾ അപ്പോഴാണ് ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞത്. അതോടെ ദുബായിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന് ജനങ്ങൾക്ക് തോന്നി. ആ സമയത്താണ് ദുബായ് രാജഭരണകൂടത്തിന് മണ്ണിനടിയിൽ നിന്ന് ഒരു നിധി ലഭിച്ചത്. ചെറിയ നിധിയല്ല, ഒരു 1.5 നിധി. എന്ന ആ വർഷം ദുബായ് ജനത ഒരിക്കലും മറക്കാൻ വഴിയില്ല. ആ വർഷമാണ് അവിടെ എണ്ണ കണ്ടെത്തിയത്. അതൊരു വഴിത്തിരിവായിരുന്നു. എണ്ണ ഖനനം ചെയ്യാൻ തുടങ്ങി. അതോടെ ദുബായിയുടെ തലവര തന്നെ മാറാൻ തുടങ്ങി. പക്ഷേ എണ്ണ എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായ ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തും ഒരു നിർണായക തീരുമാനമെടുത്തു. എണ്ണയിലൂടെ ലഭിക്കുന്ന പണം അശ്രദ്ധമായി ചെലവഴിക്കുന്നതിന് പകരം രാജ്യത്തെ തുറമുഖങ്ങൾ, റോഡുകൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു. അതോടെ ദുബായ് എന്ന കുഞ്ഞു രാജ്യത്തെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. പതിയെ പതിയെ ദുബായ് വ്യാപാരത്തിനുള്ള ഒരു കേന്ദ്രമായി മാറി. ഇന്ന് ദുബായിയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ എണ്ണ വഹിക്കുന്നുള്ളൂ. വെറും 5% താഴെ മാത്രം. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ? അപ്പോൾ എണ്ണ വരുമാനമല്ലാതെ ദുബായ് എങ്ങനെയാണ് ഇത്ര സമ്പന്നമായത് എന്ന് ആലോചിക്കുകയാണോ നിങ്ങൾ? ദുബായ് ഒരു ആഗോള ബിസിനസ് ടൂറിസം കേന്ദ്രമായി സ്വയം മാറാൻ തുടങ്ങി. സ്വതന്ത്ര വ്യാപാര മേഖലകൾ അന്താരാഷ്ട്ര കമ്പനികളെ ദുബായിലേക്ക് ആകർഷിച്ചു. അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളുകളും ദുബായ് മരുഭൂമിയിൽ ഉയരാൻ തുടങ്ങി. ടൂറിസം രംഗം വളരെ വേഗത്തിൽ കുതിച്ചുയർന്നു. മറ്റു രാജ്യത്തെ ആളുകൾക്ക് മുന്നിൽ ദുബായ് എന്ന രാജ്യം ടൂറിസം തുറന്നിട്ടതോടെ ആളുകൾ കൂട്ടമായി അങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ദുബായിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ, ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള മനുഷ്യനിർമ്മിത പാം ജുമൈറ ദ്വീപുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബായ് മാൾ, മരുഭൂമിയിലെ വാഹന സവാരികൾ, ആഡംബര ഹോട്ടലുകൾ, മരുഭൂമിയിലെ ഇൻഡോർ സ്കീയിങ് പോലും. ടൂറിസ്റ്റുകളുടെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നായ കുഞ്ഞു വിമാനത്തിൽ പോയി ആകാശത്ത് നിന്ന് ചാടുന്ന സ്കൈ ഡൈവ്, അങ്ങനെ ഒട്ടേറെ കൗതുകങ്ങൾ ഇന്ന് ദുബായിക്ക് സ്വന്തമായി ഉണ്ട്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ദുബായിൽ നടത്തപ്പെടുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മറ്റൊരു അത്ഭുതമാണ്. പല രാജ്യങ്ങളിൽ നിന്നും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ആളുകൾ ദുബായിലേക്ക് വരാറുണ്ട്. ദുബായ് എന്ന രാജ്യം യാത്രക്കാർക്കും സെലിബ്രിറ്റികൾക്കും സംരംഭകർക്കും വേണ്ടിയുള്ള ഒരു നഗരമായി മാറി. അത് എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള പണം കൊണ്ട് മാത്രമല്ല, ഇതിൽ ദുബായ് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം, ബ്രാൻഡിംഗ്, ധീരമായ ആശയങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എണ്ണ അതിനൊരു വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇന്ന് ദുബായ് ആധുനിക അറേബ്യയുടെ പ്രതീകമാണ്. കിഴക്കും പടിഞ്ഞാറും പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും സംഗമസ്ഥാനമാണിത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സിനിമയിലെ പ്രമുഖരായ സെലിബ്രിറ്റീസിനെല്ലാം ഗോൾഡൻ വിസ കൊടുത്ത് ദുബായിലേക്ക് അവർ ആകർഷിക്കുന്നുണ്ട്. അതും ദുബായിയുടെ ഒരു വലിയ ടൂറിസം മാർക്കറ്റിംഗ് തന്ത്രമാണ്. ദുബായിയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഒരു രാജ്യം വളരുന്നത് എണ്ണപ്പാടങ്ങൾ കൊണ്ട് മാത്രമല്ല എന്ന് ദുബായ് തെളിയിക്കുന്നു. ആ രാജ്യം ഭരിക്കുന്നവരുടെ കാഴ്ചപ്പാടിനും ആഗ്രഹങ്ങൾക്കും ഒരു രാജ്യത്തെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ദുബായ് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അടുത്ത തവണ രാത്രിയിൽ ദുബായിയുടെ ആകാശത്തൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, ഒരിക്കൽ ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ന് ആ മിന്നിത്തിളങ്ങുന്നത് എന്ന്. ദരിദ്രരായ ആ ആളുകൾക്ക് കീഴിലാണ് നമ്മളിൽ പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്ന്. അവർക്കു പിറകിൽ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ കഥയുണ്ട് പറയാൻ എന്ന്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.